നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഡ്രോയിങ് ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് 90% വരുന്നത് ഒബ്സർവേഷനിൽ നിന്നുമാണ്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് ടൈം ഒരാളുടെ ഫേസ് വരച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ആ ഫേസിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നതും ആ ഫേസിൻ്റെ ഓരോ ഭാഗങ്ങൾ മാർക്ക് ചെയ്തെടുക്കുന്നതും ഓരോ ഭാഗങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുന്നതും ഓരോ ടെക്സ്ചർ ചെയ്തെടുക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരുപാട് സമയം ആ ഒരു ഡ്രോയിങ് പ്രോസസ്സിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ റിയൽ സീക്രട്ട് ഇതാണ്. നിങ്ങൾക്ക് നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രം വരയ്ക്കണമെങ്കിൽ നിങ്ങൾ 90% ടൈം ആ ചിത്രം ഒബ്സർവ് ചെയ്യാനായിട്ട് എടുക്കുക. കാരണം നിങ്ങൾ വരയ്ക്കുന്ന ഓരോ വരകളും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഷേപ്പും ഓരോ ഷെയ്ഡും ഓരോ ടെക്സ്ചറും ഓരോ കളേഴ്സും നിങ്ങളുടെ കയ്യിൽ ഒരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുമാണ് നിങ്ങൾ പിക്ക് ചെയ്യുന്നത്. അത് എത്രത്തോളം കൃത്യമായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം അമേസിങ് ആയിരിക്കും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ. ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ ഒരുപാട് ബിഗിനേഴ്സ് ഈ ഒരു പാർട്ട് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ മിസ്സാക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഡ്രോയിങ് വിചാരിച്ച ലെവലിലോട്ട് എത്താത്തത് ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്ന പാർട്ട് മിസ്സാവുന്നതുകൊണ്ടാണ്. സോ നിങ്ങൾ റെഫറൻസ് ഇമേജ് നോക്കി അതേപടി ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ പേപ്പറിലേക്ക് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ റൂള് മനസ്സിൽ വെച്ചേക്കുക. നെവർ അസ്യൂം എനിത്തിങ്, ജസ്റ്റ് ഒബ്സർവ് എവറിത്തിങ്.